പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ ചർച്ചയിൽ കാണാൻ പോകുന്നത് ദ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അഥവാ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന നടപടിക്രമത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോഴുള്ള ആ പ്രക്രിയയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെ സ്റ്റെപ്പുകൾ ഈ ഭരണഘടനാ ഭേദഗതിയിലുണ്ട്, അതിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണ് എന്നൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ ചർച്ചയിൽ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ തുടക്കം ഇങ്ങനെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാം, ആർട്ടിക്കിൾ 368 ആണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭേദഗതിയെ കുറിച്ച് സംസാരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 368 ആണ്. അതിനർത്ഥം നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഭരണഘടന ഭേദഗതി എന്നതിനെ കുറിച്ച് ഭരണഘടന പറയുന്ന ഭാഗമാണ് ആർട്ടിക്കിൾ 368. പാർട്ട് 20 368 ഭരണഘടന എത്തരത്തിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഇതിനു പുറമെ ഒരു രീതിയും കൂടിയുണ്ട്. ഈ കാര്യത്തിൽ ഈ ആർട്ടിക്കിളുകളിൽ രണ്ട് രീതികളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഭരണഘടന ഭേദഗതിയായിട്ട് കണക്കാക്കപ്പെടുന്നില്ലെങ്കിൽ പോലും ഭരണഘടനയിൽ മാറ്റം ഉണ്ടാകാൻ പറ്റുന്ന ഒരു രീതിയെക്കുറിച്ച് രീതിയുണ്ട്. അത് ഭരണഘടനയ്ക്കുള്ളിൽ പറയുന്നില്ല, അതായത് ഭരണഘടന ആർട്ടിക്കിൾ 368 പറയുന്നില്ല. അത് ബാക്കി ഭാഗങ്ങളിൽ ഓരോ ആർട്ടിക്കിളുകളുടെയും കൂടെ പറഞ്ഞിരിക്കുകയാണ്. വിത്തൗട്ട് prejudice to anything said above, the parliament can make changes എന്ന രീതിയിൽ പറയുകയാണ്. അത് മുൻകൂട്ടി മുൻ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നതിന് യാതൊരു മുൻവിധികളും ഇല്ലാതെ എന്താണ് പാർലമെന്റിന് ഇതിനകത്ത് ഭേദഗതി ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ ഭേദഗതി രീതിക്ക് ചില സവിശേഷമായിട്ടുള്ള രീതിയാണ് ഉള്ളത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 368 വേണമെന്ന് ഭരണഘടന നിർബന്ധം പിടിക്കുന്ന ചില മേഖലകളുണ്ട്. അതിന് ആർട്ടിക്കിൾ 368 തന്നെ ആവശ്യമാണ്. അപ്പം ഇതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഭരണഘടനാ ഭേദഗതി എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് കേൾക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് മുമ്പിൽ ഉയർന്നു വരുന്ന കുറെ സംശയങ്ങളുണ്ട്. ഒന്ന്, എന്തിനാണ് ഒരു ഭരണഘടന യഥാർത്ഥത്തിൽ ഭേദഗതി ചെയ്യപ്പെടുന്നത്? എന്താണ് ഒരു ഭരണഘടനാ ഭേദഗതിയുടെ ലക്ഷ്യം എന്നാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ഭേദഗതി ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രണ്ടാമത്, എല്ലാ രാഷ്ട്ര സംവിധാനങ്ങൾക്കും ഒരു ഭരണഘടനയുണ്ട്, എല്ലാ ദേശരാഷ്ട്രങ്ങൾക്കും ഒരു ഭരണഘടനയുണ്ട്. അത് ജനാധിപത്യപരമായിട്ടുള്ള ഭരണഘടനയായിരിക്കും, അല്ലെങ്കിൽ ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഭരണരീതി ജനാധിപത്യമായിരിക്കാം, ചിലയിടത്ത് സ്വേച്ഛാധിപത്യമായിരിക്കാം, അല്ലെങ്കിൽ രാജഭരണമാകാം, അല്ലെങ്കിൽ നിയന്ത്രിതമായിട്ടുള്ള രാജഭരണമാകാം. ഇങ്ങനെ പലതരം. ഇപ്പൊ ജനാധിപത്യത്തിന്റെ പ്രസിഡൻഷ്യൽ രീതിയാകാം അമേരിക്കയിലെ പോലെ, അല്ലെങ്കിൽ ബ്രിട്ടനിലെ പോലെ ഒരു പാർലമെന്ററി ജനാധിപത്യം, രാജഭരണ നാമമാത്രമായിട്ടുള്ള രാജഭരണത്തിന്റെ കൂടെയുള്ള ഒരു പാർലമെന്ററി പാർലമെന്റിന് പരമാധികാരമുള്ള ഒരു സവിശേഷമായിട്ടുള്ളൊരു സംവിധാനമായിരിക്കാം. ഇത്തരത്തിൽ പല രീതിയിലുള്ള ഭരണക്രമങ്ങളെ ഒരു ഭരണഘടന മുന്നോട്ട് വെക്കാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ എല്ലാ രാഷ്ട്രങ്ങൾക്കും എന്തുണ്ട്? എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയിട്ട് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഉള്ള എല്ലായിടത്തും ഭരണഘടനയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം തോന്നുന്നത് ഈ രാജ്യങ്ങൾക്കെല്ലാം ഭരണഘടനയ്ക്കെല്ലാം ഭേദഗതി രീതികളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഒരേ രീതിയിലുള്ള പ്രക്രിയയാണ് മുന്നോട്ട് വെക്കുന്നത്. ഒരു സ്വേച്ഛാധിപത്യ രാജ്യത്ത് ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടാനുള്ള സ്പേസ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം ഉണ്ടാകുമോ ഒരു ജനാധിപത്യത്തിലുള്ളതുപോലെ? ഇങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ മുന്നോട്ട് വരാം. അതുപോലെ തന്നെ നമുക്ക് മുമ്പിൽ വരുന്ന ഒരു സംശയമാണ്, ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതിനകത്ത് ചില പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഇന്ത്യ ഒരു ഫെഡറൽ ആയിട്ടുള്ളതാണോ? കാരണം നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് എന്തുണ്ട്, ഒരു ഫെഡറൽ, പൂർണ്ണമായിട്ടൊരു ഫെഡറൽ ആണെന്ന് പറയുന്നില്ല ചില സംശയം. അപ്പൊ സ്വാഭാവികമായിട്ടും ഫെഡറൽ എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ പെട്ടെന്ന് ഫെഡറൽ രാജ്യം സംവിധാനം എന്നാണ് എല്ലാവരും പറയുക.
പക്ഷെ അങ്ങനെയല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഫെഡറൽ എന്നുള്ളൊരു ഇതിനെ നമ്മൾ അംഗീകരിച്ചാൽ തന്നെ അവിടെ വരുന്നൊരു ചോദ്യമുണ്ട്. ഇന്ത്യക്ക് ഫെഡറൽ രാഷ്ട്രത്തിന് സ്വാഭാവികമായിട്ട് എന്ത് വേണം? ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ദൃഢമായിട്ടുള്ള രീതി, പെട്ടെന്ന് മാറ്റം ഭരണഘടനയ്ക്ക് ഭേദഗതി വരുത്താൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ, സവിശേഷമായിട്ടൊരു രീതി വേണം ഒരു ഫെഡറൽ രാജ്യ സംവിധാനത്തിലെ ഭരണഘടനയ്ക്ക്. എന്ത് വേണം? ആ ഭരണഘടന ഭേദഗതി ചെയ്യാൻ വേണ്ടി ഒരു സവിശേഷമായിട്ടൊരു രീതി വേണം. ആ സവിശേഷമായ രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ദൃഢമായിരിക്കണം എന്നാണ്. എളുപ്പം പറ്റുന്ന ഒരു സവിശേഷമായെന്ന് പറയാൻ തന്നെ കാരണം സ്വാഭാവികമായിട്ടുള്ളൊരു നിയമനിർമ്മാണ പ്രക്രിയയുടെ രീതിയിലായിരിക്കരുത് എന്ത് മാറ്റം വരുത്തേണ്ടത്, ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതെന്തായിരിക്കണം? കോംപ്ലക്സ് ആയിരിക്കണം, കുറച്ച് ഘട്ടങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു ഇതായിരിക്കണം എന്നാണ് പൊതുവെ ഭരണഘടന വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഒരു ഫെഡറൽ കാഴ്ചപ്പാടുള്ള ഫെഡറൽ സംവിധാനത്തിനുള്ള ഒരു ഭരണഘടനയ്ക്ക് പറയുന്നത്. അതിന് കാരണം എന്താണ്? അല്ലെങ്കിൽ അതിന്റെ ഫെഡറൽ സംവിധാനം തകർക്കപ്പെടും. ഒരു കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇതിനകത്ത് ഫെഡറേറ്റിംഗ് യൂണിറ്റുകളായിട്ടുള്ള സംവിധാനം എന്ത് ചെയ്യാം? ആ ഒരു കൂട്ടായ്മയെ തകർക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരു സ്വേച്ഛാധിപത്യമായിട്ടുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവരാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ ആ ഭരണഘടനയുടെ ആ ചട്ടക്കൂടിനെ തകർക്കാൻ പറ്റാത്ത രീതിയിൽ, പെട്ടെന്ന് മാറ്റിമറിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സവിശേഷമായിട്ടുള്ളൊരു ഭരണഘടന ഭേദഗതി രീതി വേണമെന്നാണ് ഭരണഘടനാ വിദഗ്ധർ നിരീക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യ ഒരു പൊതുവെ ഒരു ഫെഡറൽ കാഴ്ചപ്പാടാണ് കാത്തുസൂക്ഷിക്കുന്നതെങ്കിൽ ഇന്ത്യക്കൊരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രൊസീജിയർ ഉണ്ടോ? ഭരണഘടനാ ഭേദഗതിക്ക് ഒരു സവിശേഷമായ രീതി ഇന്ത്യയിലുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന സംശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ എന്ന് പറയുന്നത്, എന്തിനാണ് ഒരു ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുന്നത്? ഭരണഘടന എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള രേഖയാണ്, ഒരു ഡോക്യുമെന്റ് ആണ്, ഡൈനാമിക് ഡോക്യുമെന്റ് ആണ്. ഡൈനാമിക് ഡോക്യുമെന്റ് എന്ന് പറയാൻ കാരണം എന്താണ്? ഭരണഘടന ഒരു ചലനാത്മകമായിട്ടുള്ള രേഖയാണ്, ഒരു മരവിച്ച അല്ലെങ്കിൽ സ്ഥിരതയുള്ള രേഖയല്ല. സ്ഥിരതയുള്ള രേഖയായുള്ള പ്രശ്നം എന്താണ്? ഓരോ രാഷ്ട്രീയവും എന്താണ് 1950 ഇന്ത്യ നിലനിന്നൊരു സാഹചര്യമല്ല, അല്ലെങ്കിൽ ലോകമല്ല എന്തുള്ളത് 2020 അത് ഒട്ടേറെ മാറിപ്പോയി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള സവിശേഷമായിട്ടുള്ളൊരു സാഹചര്യം വേണം. ഇപ്പൊ ഉദാഹരണത്തിന് ഭരണഘടന, ഇപ്പോൾ ഏറ്റവും ഉദാഹരണമാണ് 1950 ഇന്ത്യ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഇവിടെ എന്തുണ്ടായിരുന്നില്ല? കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടറുകൾ വന്ന് വ്യാപിച്ചു. ഇന്ന് ഇന്റർനെറ്റ് ഉണ്ട്, 5G ഉണ്ട്, അതുപോലെ തന്നെ AI ടെക്നോളജി ഉണ്ട്. ഇങ്ങനത്തെ പലതരം നൂതനമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ലോകത്തെല്ലായിടത്തും വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ എന്തുണ്ട്? കമ്പ്യൂട്ടറിന്റെ ഒരു പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വകാര്യതയുടെ അർത്ഥതലങ്ങൾ മറിയുന്ന ഒരു സമയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ എന്തുണ്ട്? ഇന്ത്യക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം? നിലവിലത്തെ ആളുകൾക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും സ്വകാര്യതയെ കുറിച്ച് ഇന്ന് കാണുന്ന സങ്കല്പത്തിന് മുകളിലൊരു മൗലിക അവകാശം എന്നുള്ള രീതിയിൽ സ്വകാര്യതയെ കുറെ കൂടെ വിപുലമായിട്ട് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് വേണ്ടി വരും? അവിടെ ഒരു ഭരണഘടനാ ഭേദഗതി വേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റം പറ്റാത്തൊരു സവിശേഷമായിട്ട് രേഖയായിട്ട് നിലനിൽക്കാൻ എന്തിനു സാധിക്കില്ല? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മാത്രമല്ല മറ്റൊരു ഭരണഘടനയ്ക്കും സാധിക്കില്ല. അതെന്ത് ചെയ്യണം? കാലത്തിനനുസരിച്ച്, അതിന്റെ വളർച്ചയ്ക്കനുസരിച്ച്, സാംസ്കാരികമായിട്ടുള്ള വളർച്ചയ്ക്ക് അല്ലെങ്കിൽ സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വികാസത്തിനനുസരിച്ച് എന്ത് വേണം? ആ ഭരണഘടന അതിനെ ചേർത്ത് നിർത്താൻ പറ്റുന്ന രീതിയിലൊരു എന്ത് വേണം? ചേർത്ത് നിർത്താൻ പറ്റുന്ന രീതിയിൽ, അതിനെ അംഗീകരിക്കുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഭരണഘടന വളരണം. അതിന്റെ ചലനാത്മകത ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്? അത് എന്ത് ചെയ്യണം? ആവശ്യമായിട്ടൊരു മാറ്റത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു ഭേദഗതി ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു രേഖയായിട്ട് എന്ത് നിലകൊണ്ടേ പറ്റൂ? ഭരണഘടന നിലകൊണ്ടേ പറ്റൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഭരണഘടന ഒരു 100 വർഷം കഴിഞ്ഞിട്ടും ഒരു തരത്തിലും മാറ്റം പറ്റാത്തൊരു രാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കും? ഒന്നെങ്കിൽ വിപ്ലവം സംഭവിക്കും, അല്ലെങ്കിൽ അരാജകത്വം സംഭവിക്കും, നിയമമില്ലാത്തൊരവസ്ഥയിലേക്ക്. കാരണം തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടാകാൻ ഉപകരിക്കാൻ പറ്റാത്ത ഒരു രേഖയെ അവരാരും അംഗീകരിക്കില്ല, ജനങ്ങൾ അംഗീകരിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഭരണഘടനയുടെ അന്തിമമായിട്ടുള്ള ഒരു വിധി എന്തായിരിക്കും? അതിന്റെ നാശമായിരിക്കും. ജനങ്ങൾ അതിനെ തൂത്തെറിയും, വിപ്ലവത്തിലേക്കുള്ള സാധ്യത കൂടെ തെളിക്കും. എന്നാൽ
നമുക്ക് വീട്ടിലെല്ലാം ഉള്ളതുപോലെ ഒരു പ്രഷർ കുക്കറിന് പ്രഷർ വാൽവ് ഉണ്ട്. പ്രഷർ വാൽവ് എന്തിനാണ്? പ്രഷർ ആവശ്യമാണ്. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അപകടമാണ്. ആ പറഞ്ഞ പോലെ ഭരണഘടനയ്ക്ക് ഒരു സ്ഥിരത, ഒരു മിനിമം സ്ഥിരത ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്, അതിന്റെ ജനാധിപത്യ സങ്കല്പങ്ങളെ അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങളെ നിലനിർത്താൻ അതിനെന്ത് വേണം? അല്ലെങ്കിൽ ജനങ്ങൾക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന രേഖയാണെങ്കിൽ, ഒരു സംവിധാനമാണെങ്കിൽ എന്ത് ചെയ്യും? അതിനെ അനുസരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും മാറുന്നതാകരുത്, ഒരു മിനിമം സ്ഥിരത ആവശ്യമാണ്. എന്നാൽ ആ മിനിമം സ്ഥിരത പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ സ്ഥിരതയായിട്ട് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ജനങ്ങൾ അതിനെ തകർത്തെറിയാനുള്ള ഒരു ടെൻഡൻസി, ഒരു അഭിവാഞ്ച കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഭരണഘടനയ്ക്ക് എന്ത് വേണം? ഒരു മിനിമം സ്പേസ്. പ്രഷർ കുക്കറിന് ഒരു വാൽവ് ഉള്ളതുപോലെ ഒരു മിനിമം സ്പേസ് എന്തുണ്ടായിരിക്കണം? ഭരണഘടനയ്ക്ക് ഉണ്ടായിരിക്കണം. അതിന് മാറ്റപ്പെടാൻ സാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ്? ഭരണഘടന എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനുള്ളിലത്തെ അതിന്റെ ഭൂപ്രദേശത്തെ അതിന്റെ അധികാരത്തിന് കീഴിൽ ഏറ്റവും പരമാധികാരമുള്ള ഒരു രേഖയാണ്. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ്, ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ് എന്നാണ്. രാജ്യത്തിന്റെ അന്തിമമായിട്ട് നിയമമാണ് എന്താണ് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം ആ ഡോക്യുമെന്റ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് അതിന്റെ സർക്കാരിന്റെ പല സ്ഥാപനങ്ങളെ രൂപീകരിക്കുന്നതിന് സഹായിക്കുകയാണ്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവയവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ. ഈ ഇവ മൂന്നിനെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ രൂപീകരണത്തിന് മാത്രമാണോ ഭരണഘടനയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി? അല്ല. ഇവയെ നിയന്ത്രിക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതും ആരുടെ ലക്ഷ്യമാണ്? ഭരണഘടനയുടെ ലക്ഷ്യമാണ്. കാരണം ഇതിന്റെ രൂപീകരണം മാത്രമായിട്ട് നിയന്ത്രിക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ഇതേ സംവിധാനങ്ങൾ എന്തായിരിക്കും? ആയിട്ട് മാറും. സ്വേച്ഛാധിപത്യത്തിന്റെ തിരണിയുടെ കേന്ദ്രങ്ങളായിട്ട് ആര് മാറും? ഈ പറയുന്ന സംവിധാനങ്ങൾ തന്നെ, സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യും? ജനങ്ങൾക്കെതിരെ തിരിയുന്ന ഒരു സംവിധാനമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റിന്റെ ഏജൻസികൾ എന്തായിട്ട് മാറാൻ സാധ്യതയുണ്ട്? സ്വേച്ഛാധിപത്യത്തിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആ മാറുന്നതിന് എന്ത് ചെയ്യണം? അതിനെ തടയാൻ വേണ്ടി ഭരണഘടന ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? പെർമനൻസി വേണം. ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഭരണഘടനയ്ക്ക് എന്ത് വേണം? ഒരു പെർമനൻസി, ഒരു സ്ഥിരത ആവശ്യമാണ്. ആ സ്ഥിരത എന്താകാൻ പാടില്ല? ഒരിക്കലും മാറ്റപ്പെടാൻ പറ്റാത്ത കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറരുത്. അതിനെ കൃത്യമായിട്ടൊരു സന്തുലിത അവസ്ഥയിലേക്കൂടെ വേണം മുന്നോട്ട് പോകേണ്ട ആവശ്യമാണ്. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നേച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണ് ഭരണഘടന ഭേദഗതി? നേച്ചർ ഓഫ് ദ അമെൻമെന്റ് ആണ്. എന്താണ് ഭരണഘടനാ ഭേദഗതിയുടെ ഒരു സ്വഭാവം എന്താണെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഈ ഭരണഘടനാ ഭേദഗതിയുടെ സ്വഭാവം നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് എന്തൊരു സ്വഭാവമുണ്ട്? ഒരു ക്വാസി ഫെഡറൽ എന്നുള്ള രീതിയിൽ ഒരു യൂണിറ്ററി സ്റ്റേറ്റിന്റെ, ഇംഗ്ലണ്ട് പോലുള്ളൊരു കേന്ദ്രീകൃത സംവിധാനത്തിന്റെ സ്വഭാവ സവിശേഷതകളുണ്ട്. അതുപോലെ തന്നെ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ, സംസ്ഥാന ഫെഡറേറ്റിംഗ് യൂണിറ്റുകളും കേന്ദ്രവും തമ്മിലുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഫെഡറൽ സംവിധാനത്തിന് രണ്ട് തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളുള്ള ഒരു സംവിധാനമായിട്ടുള്ള ഫെഡറൽ സംവിധാനവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫെഡറൽ സംവിധാനത്തിന്റെ സവിശേഷതകളിൽ ഒന്നാണ് എന്താണ്, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ദൃഢമായിട്ടുള്ള ഒരു ഭരണഘടന എന്ന് പറയുന്നത്. അതായത് ഭേദഗതി ചെയ്യാൻ എളുപ്പം പറ്റില്ല. അതിന് സവിശേഷമായിട്ടുള്ള നടപടിക്രമം പാലിച്ചാൽ മാത്രമേ, സ്പെഷ്യൽ പ്രൊസീജിയർ ആവശ്യമാണ് എന്തിനാണ്, ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷന്. അതുപോലെ തന്നെ യൂണിറ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എന്താണ്, എളുപ്പം സാധിക്കും. അപ്പൊ പറഞ്ഞു വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ഒരു ഫെഡറൽ സംവിധാനത്തിലേക്ക് എന്തിനെ കൂട്ടിച്ചേർക്കുകയായിരുന്നു, ഒരു യൂണിറ്ററി സംവിധാനത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ ആഡ് ചെയ്യുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഒരു ക്വാസി ഫെഡറൽ സംവിധാനം എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ എന്തുണ്ട്, രണ്ട് തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതി രീതിയുണ്ട്. ഒരു രീതി എന്ന് പറയുന്നത് ഭരണഘടന എന്താണ്, അമെൻമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഭരണഘടന ഭേദഗതിയായിട്ട് കണക്കാക്കാത്ത ചില മാറ്റങ്ങളുണ്ട്. ചില ഭരണഘടനയില് ചില വ്യവസ്ഥിതികളെ മാറ്റുന്നത് എന്തായിട്ട് കണക്ക് കൂട്ടുന്നില്ല. ഭരണഘടനയില്
ഭേദഗതിയായിട്ട് ഭരണഘടന കണക്കുകൂട്ടുന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഭരണഘടന അതിനെക്കുറിച്ച് പറയുന്ന ആ വ്യവസ്ഥകൾക്ക് താഴെ പറയുന്നു, ആ ആർട്ടിക്കിളുകളുടെ കൂട്ടത്തിൽ സബ് ക്ലോസിൽ പറയുന്നുണ്ടെന്നാണ് ഇതിന് പാർലമെന്റ് എന്ത് ചെയ്യുക, മാറ്റം വരുത്താനുള്ള അധികാരം പാർലമെന്റിനുണ്ടെന്ന് പറയുന്നു. എന്നാൽ ചില കാര്യങ്ങൾക്ക് എന്തുണ്ട്, ആർട്ടിക്കിൾ 368 പറഞ്ഞിരിക്കുന്ന 2 രീതികളിലൂടെ മാത്രമേ ഭരണഘടനയ്ക്ക് ഇന്ന് മാറ്റാൻ പറ്റുള്ളൂ, ആ വ്യവസ്ഥിതികളെ മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ആർട്ടിക്കിൾ 368 2 സ്പെഷ്യൽ പ്രൊസീജിയറുകൾ പറയുന്നുണ്ട്. അത് അതിന്റെ എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ റിജിഡ് കോൺസെപ്റ്റ് ആയിട്ടാണ്, റിജിഡ് ഫീച്ചർ ആയിട്ട് നിലനിൽക്കുന്നു. അത് പറഞ്ഞ പോലെ ഈ ആർട്ടിക്കിൾ 368 പുറത്തുള്ള ഭരണഘടനാ ഭേദഗതി രീതി എന്തായിട്ട് കണക്കുകൂട്ടുകയാണ്, അതിൽ സിമ്പിൾ മെജോറിറ്റി ആയിട്ട് കേവല ഒരു സാധാരണ നിയമം ഉണ്ടാക്കുന്ന ലാഘവത്തോടെ ഇന്ത്യൻ ഭരണഘടനയിലെ ചില വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ സാധിക്കും. അതിനെ എന്താണ്, ലളിതമായിട്ടുള്ള ഭരണഘടനയുടെ ലളിത സ്വഭാവത്തെ കാണുകയാണ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അമെന്റ്മെന്റ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുന്നതിനെ കുറിച്ചാണ്. അത് പറയുന്നതിന് മുമ്പ് നമുക്കത് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. അതാണ് ഈ രീതികളെ, ഭരണഘടനാ ഭേദഗതി രീതികളെ വ്യത്യാസപ്പെടുത്തുന്നത് ഈ ഭരണഘടനാ രീതിക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷമാണ് പ്രധാനമായിട്ടും ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അത് മനസ്സിലാകണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന പല കാര്യങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന ഭൂരിപക്ഷം ഏതൊക്കെയാണ്, അതിന്റെ സവിശേഷതകൾ എന്താണെന്ന് പറഞ്ഞിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പം പ്രധാനമായിട്ടും 4 ഭൂരിപക്ഷത്തെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടന സൂചിപ്പിക്കുന്നത്. പലതരം കാര്യങ്ങൾക്കായിട്ട് പലതരം ഇതാണ് നിഷ്കർഷിച്ചിരുന്നത്. ഭരണഘടന പ്രത്യേകിച്ച് പറയാത്തതെല്ലാം കേവല ഭൂരിപക്ഷമാണ്. ആദ്യത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷം അഥവാ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ആ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്, അത് സിമ്പിൾ ആണ്. കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിലെ ഭൂരിപക്ഷത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിയമനിർമ്മാണ പ്രക്രിയകൾക്കെല്ലാം എന്താവശ്യമാണ്, മണി ബില്ലിൽ പോലും എന്താണ് 2 സഭകളിലും ഈ പ്രക്രിയ നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഭൂരിപക്ഷം പറയുന്നതെല്ലാം എന്തിന് ബാധകമാണ്, ഓരോ സഭകൾക്കും വെവ്വേറെ ബാധകമാണ്. ഒരു സാധാരണ നിയമമാണെങ്കിൽ എന്തുണ്ട്, ജോയിന്റ് സിറ്റിംഗ് ഉണ്ട്, മറ്റൊരൊന്നിനും എന്തില്ല, ജോയിന്റ് സിറ്റിംഗ് ഇല്ല. അപ്പം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എന്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഭേദഗതി രീതിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഭൂരിപക്ഷങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കും. അപ്പം സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. എന്താണ്, ഓരോ സഭയുടെയും മുഴുവൻ അംഗസംഖ്യയുടെയും എന്താണ്, അതിനകത്ത് അംഗസംഖ്യ ചിലപ്പോൾ രാജ്യസഭയിൽ വേക്കൻസികൾ കാണും, ഒഴിവുകൾ കാണും. അതായത് ഒരാൾ റിട്ടയർ ആയി പുതിയ ഇലക്ഷൻ നടക്കുന്നേ ഉണ്ടാകുള്ളൂ. ലോക്സഭയിൽ ചിലപ്പോൾ ഒരാളെ മരണമോ രാജ്യം ഉണ്ടാക്കിയ ഒഴിവുകൾ കാണും. ഇതൊന്നും സിമ്പിൾ മെജോറിറ്റിയിൽ ബാധകമല്ല. എന്താണ്, മൊത്തം അംഗസംഖ്യയുടെ പകുതിയിലധികം, അതായത് 50% + 1. ഇന്ത്യയുടെ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് 545/2 + 1 ആണ്. അപ്പം അതാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. അത് സാധാരണ രീതിയിൽ എന്തിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഭൂരിപക്ഷമാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. സാധാരണ നിയമനിർമ്മാണ പ്രക്രിയകൾക്ക്, ധന ബില്ലുകൾ പാസ്സാക്കുന്നതിന്, എമർജൻസി പ്രഖ്യാപിക്കുന്നതിന്, ഇതിനെല്ലാത്തിനും ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷമാണ്. രണ്ടാമത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എന്താണ്, അബ്സല്യൂട്ട് മെജോറിറ്റി അഥവാ മൃഗീയ ഭൂരിപക്ഷം എന്നാണ്. അത് ഏറ്റവും ആകെ ഉപയോഗിക്കുന്നത് കുറഞ്ഞ കേസുകളിലാണ്. അതിലൊന്നാണ് നമ്മൾ സ്ഥിരം പരിചയമുള്ള സാധനമാണ്, ഒരു സർക്കാർ രൂപീകരണത്തിന് ഉപയോഗിക്കുന്ന സമയത്തെ ആ വോട്ടിങ്ങിന് അല്ലെങ്കിൽ അതിന്റെ പിന്തുണ കാണിക്കുന്നതാണ്. എന്താണ്, ഞങ്ങൾക്ക് ഭരിക്കാൻ ലോക്സഭയിൽ പിന്തുണ കാണിക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് ജനങ്ങളുടെ അധികാരം ഞങ്ങൾക്കുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ലോക്സഭയിൽ തങ്ങളുടെ പിന്തുണ കാണിക്കുന്നതാണ് എന്താണ്, അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് മെജോറിറ്റി മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു തിരുത്തുണ്ട്. സിമ്പിൾ മെജോറിറ്റി ഒരു കാരണവശാലും എന്തല്ല, മൊത്തം അംഗസംഖ്യയുടെ അല്ല. അതെന്ന് പറയുന്നത് എന്താണ്, വന്ന് വോട്ട് ചെയ്യുന്നവരുടെ, ആ നിയമനിർമ്മാണ പ്രക്രിയ നടക്കുമ്പോഴത്തേക്കും വന്ന് വോട്ട് ചെയ്യുന്നവരുടെ പകുതി +1 ആണ്. വന്ന് വോട്ട് ചെയ്യുന്നവരുടെ പകുതി +1 ആണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഒരിക്കലും മാറിപ്പോരുത്. അപ്പൊ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം സിമ്പിൾ മെജോറിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞത്. അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, പകുതിയിലധികം. എന്തിന്റെ പകുതിയിലധികമാണ്,
മുഴുവൻ അംഗസംഖ്യയുടെ പകുതിയിലധികം, അതാണ് അബ്സല്യൂട്ട് മെജോറിറ്റി. ഇന്ത്യയുടെ അബ്സല്യൂട്ട് മെജോറിറ്റി, ഇന്ത്യയുടെ ലോക്സഭയുടെ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത് 545/2+1, അതായത് 273 ആണ് ആ സംഖ്യ. അതുകൊണ്ടാണ് എന്താണ് ഇത് ഭരണം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത്ര സീറ്റുകൾ വേണമെന്ന് നമ്മൾ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ വേണ്ടി അവിശ്വാസ പ്രമേയം അല്ല, സർക്കാർ രൂപീകരണത്തിന് സർക്കാരിന്റെ ഇത്രയുണ്ട് പിന്തുണയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംഖ്യയാണ് 273. അത് അബ്സല്യൂട്ട് മെജോറിറ്റിയാണ്. 545 എന്ന് പറയും. 545/2+1 അതാണ് അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 500 പേര് വന്നിട്ടുണ്ടെങ്കിൽ, ആ ഇതിന് ഹാജരായിട്ടുണ്ടെങ്കിൽ 500/2+1 അത് എത്രയാണ്? 226 വരും അത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 251 വരും. അത് ഇപ്പം 450 പേരെ വന്നിട്ടുള്ളെങ്കിൽ 450ന്റെ പകുതി +1 എന്നുള്ളതാണ് എന്താണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഇനി എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത് സംഖ്യ എന്ന് പറയുന്നത്, എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത് ഇനി അടുത്തത് സ്പെഷ്യൽ മെജോറിറ്റിയാണ്. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷം, അതായത് 545ന്റെ എന്ത് വേണം? സിമ്പിൾ മെജോറിറ്റി ആയിരിക്കണം. പകുതി +1 മിനിമം വേണം. അതോടൊപ്പം തന്നെ എന്ത് വേണം? വന്ന് വോട്ട് ചെയ്യുന്നവരുടെ എന്ത് വേണം? 2/3 ഭൂരിപക്ഷവും വേണം. അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന എന്തിനാണ്? ഭരണഘടനാ ഭേദഗതിക്ക് മാത്രമാണ് സ്പെഷ്യൽ മെജോറിറ്റി ഉപയോഗിക്കുന്നത്. പിന്നെ എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് മെജോറിറ്റി തന്നെയാണ് ഒരു തരത്തിൽ. വ്യത്യാസം എന്ന് പറയുന്നത് ഒഴിവുകളെ നീക്കം ചെയ്തിട്ടുള്ള പകുതിയിലധികം ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? എഫക്റ്റീവ് മെജോറിറ്റി. അപ്പൊ നമുക്കിവിടെ 2 ഭൂരിപക്ഷത്തെ കുറിച്ച് മാത്രമാണ് ഭരണഘടനാ ഭേദഗതി സമയത്ത് ഭരണഘടനാ രീതിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഓർക്കേണ്ടത്. അതൊന്ന് എന്താണ്? ഒന്ന് സിമ്പിൾ മെജോറിറ്റി, കേവല ഭൂരിപക്ഷവും, അതുപോലെ തന്നെ സ്പെഷ്യൽ മെജോറിറ്റി. ഇനി നമ്മൾ പറയാൻ വിട്ടുപോയൊരു രീതി എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ ഓഫ് ദ ഹാഫ് ഓഫ് ദ നമ്പർ ഓഫ് ദ സ്റ്റേറ്റ്സ്. അതായത് പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ എണ്ണത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ അംഗീകരിക്കണം. അത് അംഗീകരിക്കുന്ന രീതി എന്ന് പറയുന്നതാണ് അവരുടെ നിയമസഭകളിൽ അസംബ്ലിയിലാണ്, സമിതിയിലല്ല, കൗൺസിലിലല്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ എന്ത് ചെയ്യണം? എന്താണ്? സിമ്പിൾ മെജോറിറ്റി, കേവല ഭൂരിപക്ഷത്തിന് എന്ത് ചെയ്യണം? ഇതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കണം. ഇതാണ് റാറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള അമെന്റ്മെന്റ് രീതിയാണ്. ആദ്യത്തെ സിമ്പിൾ മെജോറിറ്റി ഭരണഘടനാ ആർട്ടിക്കിൾ 368 പറയുന്നില്ല, അതിന് പുറത്തുള്ളതാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 368 പറയുന്ന 2 രീതികളാണ് ഇനിയുള്ളത്. അതിന്റെ ആദ്യത്തെ എന്ന് പറയുന്നത് രണ്ടാമത്തെ രീതിയായിട്ട് വരും. മൊത്തത്തിൽ 3 എണ്ണത്തിൽ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റിയാണ്. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ ഓഫ് ദ ഹാഫ് ഓഫ് ദ നമ്പർ ഓഫ് ദ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരം. എന്തൊക്കെയാണ് 3 രീതികൾ എന്ന് പറയുന്നത്? ഒന്ന് സിമ്പിൾ മെജോറിറ്റി ഭരണഘടന ആർട്ടിക്കിൾ 368 പറയുന്നില്ല. രണ്ടാമത്തത് സ്പെഷ്യൽ മെജോറിറ്റി എന്താണ്? മൊത്തം അംഗസംഖ്യയുടെ പകുതിയിലധികവും, അതുപോലെ തന്നെ എന്ത് ചെയ്യണം? വന്ന് വോട്ട് ചെയ്യുന്നവരുടെ 3/2 ഭൂരിപക്ഷം, അതാണ് സ്പെഷ്യൽ മെജോറിറ്റി. മൂന്നാമത്തെ എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റിയുടെ കൂടെ എന്തും കൂടെ വേണം? പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടെ വേണം. ഇതാണ് 3 എണ്ണം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തെ ആദ്യത്തെ സിമ്പിൾ മെജോറിറ്റി എന്തിൽ പറയുന്നില്ല? ആർട്ടിക്കിൾ 368 പറയുന്നില്ല. 2ഉം 3ഉം കാര്യങ്ങൾ 368 പറയുന്നു. അപ്പം ഇതാണ് എന്താണ് ഭരണഘടന ഭേദഗതി രീതികൾ 3 എണ്ണം എന്ന് പറയുന്നത്. ഇതാണ് ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആർട്ടിക്കിൾ 368 പുറത്തുള്ള സിമ്പിൾ മെജോറിറ്റി മെത്തേഡുകൾ കൊണ്ട് ഉപയോഗിക്കുന്നത് പറയുന്നത്. ഒന്ന്, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, കൂട്ടിച്ചേർക്കൽ, അവയുടെ അതിർത്തി, അതുപോലെ തന്നെ പുതിയ സംസ്ഥാനങ്ങൾ പേര് മാറ്റുക, സംസ്ഥാന വിഭജനം, ഇതൊക്കെ എന്തിന്റെ വരും? സിമ്പിൾ മെജോറിറ്റിയിൽ വരും. അതുപോലെ തന്നെ ഈ പറയുന്ന സഭകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ നിയമസഭ സമിതി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ രൂപീകരിക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള എന്ത് ചെയ്യാം? എന്തിൽ സാധിക്കും? അതിന് സിമ്പിൾ മെജോറിറ്റി മതി. അതുപോലെ തന്നെ സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പാർലമെന്റിന്റെ കോറം, പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം, ആനുകൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിന്റെ നടപടിക്രമം,
അതുപോലെ തന്നെ പാർലമെന്റിന്റെ പ്രൊസീജിയർ എന്താണ്, റൂളിലും നടപടിക്രമം പറയുന്നത്, അതുപോലെ നിങ്ങളുടെ പ്രിവിലേജ്, അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം, ഔദ്യോഗിക ഭാഷ, പൗരത്വം, അതിന്റെ അക്വിസിഷൻ ആകട്ടെ, നേടുന്നതിന്റെ നടപടിക്രമത്താണെങ്കിലും അതിനെ ഇല്ലാതാക്കുന്നതിന് നടപടിക്രമം പറയുന്നു. അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ, മണ്ഡല പുനഃക്രമീകരണം, ലോക്സഭാ മണ്ഡലങ്ങളുടെ പുതിയ ബൗണ്ടറി ആകട്ടെ, അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ ബൗണ്ടറികൾ, ഇതൊക്കെ ലിമിറ്റേഷൻ, ഡീലിമിറ്റേഷനെ കുറിച്ച് പറയുന്നതെല്ലാം അതാണ്. യൂണിയൻ ടെറിട്ടറി, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 5th ഷെഡ്യൂള്, 6th ഷെഡ്യൂള്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? ഇത്തരം കാര്യങ്ങളുടെ ഭേദഗതിക്ക് എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി മതി, കേവല ഭൂരിപക്ഷം മാത്രം ആവശ്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സിമ്പിൾ മെജോറിറ്റിയെ കുറിച്ച് പറഞ്ഞു. അപ്പം ഓരോ ഈ ഭേദഗതിയെ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭേദഗതി ഓരോ സഭകളിലും ചെയ്യണം. ഭേദഗതിക്കുള്ള വോട്ടെടുപ്പ് എവിടെ ചെയ്യണം? ഭൂരിപക്ഷം ഓരോ ഇതിലും എന്ത് ചെയ്യണം? ഇതിന് പിന്തുണ ഉറപ്പാക്കണം. ഓരോ സഭയിൽ, ലോക്സഭയിൽ മാത്രമല്ല, ലോക്സഭയിലും രാജ്യസഭയിലും വെവ്വേറെ. സ്പെഷ്യൽ മെജോറിറ്റി ആണെങ്കിലും വേണം, സിമ്പിൾ മെജോറിറ്റി ആണെങ്കിലും വേണം. അപ്പം ഇങ്ങനെയാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 368 പറഞ്ഞിരിക്കുന്ന 2 എണ്ണത്തിൽ ആദ്യത്തെ എണ്ണം എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി ആണ്. പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമായിട്ടുള്ള സവിശേഷ ഭൂരിപക്ഷം എന്ന് പറയുന്നത്, ആ സവിശേഷ ഭൂരിപക്ഷത്തിലുള്ള ഭേദഗതി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, 1 മൗലിക അവകാശങ്ങൾ, 2 നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി, 3ാമത്തത് എന്താണ്? ഈ പറയുന്ന സിമ്പിൾ മെജോറിറ്റി, അതുപോലെ തന്നെ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ, സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമായിട്ടുള്ള 3ാമത്തെ രീതിക്കും പുറത്തുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? അങ്ങനെ ആ രീതിയിൽ ഭരണഘടന പറയാത്ത എല്ലാ കാര്യങ്ങളും ഏത് മെജോറിറ്റിയിലാണ് വരുന്നത്? ഈ പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റിയിലാണ് വരുന്നത്. അടുത്തത് ഈ പറയുന്ന 3ാമത്തെ രീതി എന്ന് പറയുന്നത്, സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണെന്ന് പറയുന്ന ഭേദഗതികൾ എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾക്കാണ് ഭരണഘടന എന്ത് നിർദ്ദേശിച്ചിരിക്കുന്നത്? 3ാമത്തെ, അതായത് സ്പെഷ്യൽ മെജോറിറ്റി, പാർലമെന്റിലെ ഇരുസഭകളുടെയും വെവ്വേറെ ആയിട്ടുള്ള സവിശേഷ ഭൂരിപക്ഷം ആവശ്യമാണ്. അതായത് ഓരോ സഭകളുടെയും മുഴുവൻ അംഗസംഖ്യയുടെ പകുതിയിലധികം ഭൂരിപക്ഷവും സിമ്പിൾ മെജോറിറ്റി. അതോടൊപ്പം തന്നെ സിമ്പിൾ മെജോറിറ്റിക്കൊപ്പം എന്തും കൂടെ വേണം? ഇരുസഭകളുടെയും വെവ്വേറെ ആയിട്ട് എന്ത് വേണം? ആ സഭയിലെ വോട്ടിങ്ങിന്റെ സമയത്ത്, നടപടിക്രമ സമയത്ത് വോട്ടിങ്ങിൽ വരികയും ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്നവരുടെ 3/2 ഭൂരിപക്ഷം, അതാണ് സ്പെഷ്യൽ മെജോറിറ്റി. അങ്ങനെ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്. അതോടൊപ്പം തന്നെ എന്തും കൂടെ ആവശ്യമാണ്? പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ സംസ്ഥാനങ്ങളുടെ ഭൂരിപക്ഷ പിന്തുണ ഈ ഭേദഗതിക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ ആ ഭേദഗതി എന്ത് ചെയ്യുകയുള്ളൂ? നടപടിക്രമം പൂർത്തിയാകുള്ളൂ. അത്തരത്തില് ഫെഡറൽ സംവിധാനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, 1 പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പും അതിന്റെ രീതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ, 2ാമത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കാര്യനിർവഹണം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ അധികാര പരിമിതികളെ കുറിച്ച് അല്ലെങ്കിൽ അധികാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന മേഖലകളിലെ ഭേദഗതിക്ക് എന്താവശ്യമാണ്? സ്പെഷ്യൽ മെജോറിറ്റി, റാറ്റിഫിക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി, ഒപ്പം 7th ഷെഡ്യൂള്, പിന്നെ രാജ്യസഭയിലെ അല്ലെങ്കിൽ പാർലമെന്റിലെ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച്, അതായത് പ്രധാനമായിട്ടും രാജ്യസഭയുടെ കാര്യമാണ് അവിടെ വരുന്നത്. പിന്നെ എന്താണ്? ഭരണഘടന ഭേദഗതി ചെയ്യുക. ആർട്ടിക്കിൾ 368 തന്നെ എന്തിന്റെ കീഴിലാണ് വരുന്നത്? അതിന്റെ 368 ഭേദഗതി ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്? സ്പെഷ്യൽ മെജോറിറ്റി, പിന്നെ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയും ആവശ്യമാണ്. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് പ്രൊസീജിയർ ഓഫ് അമെന്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമം എന്താണെന്നാണ്. ഈ നടപടിക്രമത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭരണഘടനാ ഭേദഗതി നടപടിക്രമം ഭരണഘടന പറയുന്നത് ആർക്ക് മാത്രമാണ് ബാധകം? സിമ്പിൾ മെജോറിറ്റി മെത്തേഡിൽ ബാധകമല്ല. അത് കാരണം എന്താണ്? ഭരണഘടന ആ മാറ്റങ്ങളെ എന്തായിട്ട് കണക്കുകൂട്ടുന്നില്ല, ഭേദഗതിയായിട്ട് കണക്കുകൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ എന്തിൽ ബാധകമല്ല? ഭരണഘടനാ ഭേദഗതിയുടെ സിമ്പിൾ മെജോറിറ്റി മെത്തേഡിൽ ബാധകമല്ല. പകരം എന്താണ്? ഈ ആർട്ടിക്കിൾ 368 ഈ പറഞ്ഞ നടപടിക്രമങ്ങളുടെ സൂചനയുള്ളത്. അതുകൊണ്ട് തന്നെ ആ 368 പറഞ്ഞിരിക്കുന്ന 2 രീതികൾ, 1 സ്പെഷ്യൽ മെജോറിറ്റി, പിന്നെ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ ഓഫ് ദ ഹാഫ് ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്, അതായത്
പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയുള്ള മൂന്നാമത്തെ രീതി. അങ്ങനെ 2-3 രീതികൾക്ക് മാത്രമേ എന്തിന്റെ ആവശ്യമുള്ളൂ, ഈ നടപടിക്രമങ്ങൾ പാലിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, അമെന്റ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല. അമെന്റ്മെന്റ് ലോക്സഭയിലോ രാജ്യസഭയിലോ മാത്രമേ ഈ അമെന്റ്മെന്റിനുള്ള ഇത് നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ നിയമം പോലെ തന്നെ എന്താണ് ഈ ഭൂരിപക്ഷത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സാധാരണ നിയമത്തിന്റെ നടപടിക്രമങ്ങൾ തന്നെയാണ് മിക്കവാറും ഉള്ളത്. ഈ നടപടിക്രമങ്ങൾ സാധാരണ നിയമത്തിൽ എന്താണ് ആവശ്യം, ആദ്യം ഒന്നെങ്കിൽ പാർലമെന്റിലെ സ്വകാര്യ അംഗമോ അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗമോ എന്ത് ചെയ്യണം, ഭരണകക്ഷി അംഗമോ എന്ത് ചെയ്യണം, മന്ത്രിയോ എന്ത് ചെയ്യണം, ഈ പറയുന്ന ബില്ലിനെ ഒരു സാധാരണ സമയത്താണെങ്കിലും ബില്ല് അവതരിപ്പിക്കുന്നത് ഇവരാണ്. അപ്പൊ ആ പറഞ്ഞ പോലെ ഇനീഷ്യേറ്റ് ചെയ്യാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ, ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ് ഇത് കടന്നു വരുന്നത്. ആ ഭരണഘടനാ ഭേദഗതി ബില്ലിനെ സഭയിൽ 2 സഭകളിൽ ഏതെങ്കിലും ഒരു സഭയിൽ മാത്രമേ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇനീഷ്യേറ്റ് അല്ലെങ്കിൽ തുടക്കം കുറിക്കാൻ ആർക്ക് സാധിക്കും, സ്വകാര്യ അംഗത്തിനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം മന്ത്രിക്കോ സാധിക്കും. അതിനെന്തിന്റെ ആവശ്യമില്ല, മറ്റ് ബില്ലുകളുടെ കാര്യത്തിൽ ധനകാര്യ ബില്ലിന് ഉള്ളതുപോലെ പ്രസിഡന്റിന്റെ പ്രയോർ പെർമിഷൻ, മുൻകൂർ അനുമതി ആവശ്യമില്ല. അതില്ലാതെ തന്നെ എന്ത് ചെയ്യാം, ആർക്കും ഈ പറഞ്ഞ ഏത് അംഗത്തിനും എന്ത് ചെയ്യാം തുടക്കം കുറിക്കാം. അത് ഏത് സഭയിലും ആകാം. 2 സഭകളിൽ ഇപ്പം ധനകാര്യ ബില്ല് അല്ലെങ്കിൽ ബില്ല് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ലോക്സഭയിൽ തന്നെ വേണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നിയന്ത്രണം ഭേദഗതിക്കില്ല. ഏത് സഭയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, പാർലമെന്റിന് മാത്രമേ പറ്റുള്ളൂ, സംസ്ഥാനങ്ങളിൽ അത് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഭൂരിപക്ഷം ആവശ്യമുള്ള ഭൂരിപക്ഷത്തിൽ ഇത് പാസ്സാക്കുന്നത്. ഇപ്പൊ സ്പെഷ്യൽ മെജോറിറ്റി ആണ് ആവശ്യമാണ്. നമ്മൾ പറയുന്നത് ഈ 2-3 കാര്യത്തിൽ മാത്രം നടപടിക്രമം ബാധകമാകുന്നുള്ളതുകൊണ്ട് തന്നെ സ്പെഷ്യൽ മെജോറിറ്റിയാണ് ഇവിടെ സൂചന. അപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് മൊത്തം അംഗസംഖ്യയുടെ ടോട്ടൽ ഇപ്പം 545-ന്റെയും 250-ന്റെയും എന്താണ് സിമ്പിൾ മെജോറിറ്റി, കേവല ഭൂരിപക്ഷം ആവശ്യമാണ്. 250-ന്റെ പകുതി എന്ന് പറയുന്നത് 125 + 1 126. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എന്ത് ആവശ്യമുണ്ട്, ഈ പറയുന്ന ലോക്സഭയിൽ എന്തുണ്ട്, 545 + 1 545/2 + 1 200 ആ ഒരു സംഖ്യ ആണ് എന്തിൽ വരിക, ഈ പറയുന്ന കാര്യത്തിൽ വരിക. അപ്പം ഈ ഭൂരിപക്ഷം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, രണ്ടാമത്തെ രീതിക്കാണെങ്കിൽ ഭരണഘടനാ ഭേദഗതിയോടെ കംപ്ലീറ്റ് ആകുന്നു. അതല്ലാതെ സംസ്ഥാനങ്ങളുടെ പിന്തുണ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം, അത് സംസ്ഥാനങ്ങളിലേക്ക് കൈമാറി കഴിഞ്ഞിട്ട് സംസ്ഥാനങ്ങളുടെ അംഗീകാരം പൂർത്തിയാകുന്നതോടെ എന്ത് ചെയ്യണം, ഭരണഘടന ഭേദഗതി അവിടെ പൂർത്തിയാക്കും. അപ്പം 2 ബില്ലുകൾ 2 സഭകളിലും വെവ്വേറെ ചർച്ചയ്ക്ക് വെച്ച് പാസ്സാക്കിയെടുക്കണം. പാസ്സാക്കിയില്ലെങ്കിൽ, അതായത് സാധിച്ചില്ലെങ്കിൽ സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയെ പോലെ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെയില്ല. അപ്പം അങ്ങനെ ഒരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ അത് അവസാനിക്കും സാധിച്ചില്ലെങ്കിൽ. പിന്നെ സംസ്ഥാനങ്ങളുടെ പിന്തുണ ആവശ്യമുള്ളിടത്ത് എന്ത് ചെയ്യണം, സംസ്ഥാനങ്ങൾ ഇത് കൈമാറി കഴിയുമ്പോഴത്തേക്കും പകുതിയിൽ മൊത്തം സംസ്ഥാനങ്ങളുടെ പകുതിയിൽ എണ്ണം സംസ്ഥാനങ്ങളെങ്കിലും എന്ത് ചെയ്യണം, അതിനെ അംഗീകരിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഇത് ചെയ്യും. അപ്പം സംസ്ഥാനങ്ങളുടെ അംഗീകാരം കിട്ടുന്നതോടെ എന്ത് ചെയ്യും, ആ ബില്ലിന്റെ നടപടിക്രമം പൂർത്തിയായതായിട്ട് കണക്കാക്കും. പിന്നെ പ്രസിഡന്റ് എന്ത് ചെയ്യണം, ഈ നടപടിക്രമം 2 രീതിയിലും പൂർത്തിയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്പെഷ്യൽ മെജോറിറ്റി മാത്രമാണെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സംസ്ഥാനങ്ങളുടെ പിന്തുണ ആവശ്യമാണെങ്കിൽ അതും കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിന് പിന്നെ ഒപ്പിടാത്ത നിർവാഹമില്ല. അതുകൊണ്ട് പ്രസിഡന്റ് എന്ത് ചെയ്യണം, ഒപ്പിട്ടേ മതിയാകും. പിന്നെ അടുത്തെന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ഇത് ബില്ലാന്ന് പറഞ്ഞു, ബില്ല് പാസ്സാക്കുന്നതോടെ എന്ത് ചെയ്യാണ്, പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടെ അത് ആക്ട് ആയിട്ട് മാറുകയാണ്. നിയമം, ഈ നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിയമം ഇപ്പൊ ഉദാഹരണത്തിന് 2020 ജനുവരി 1 മുതലാണ് ഈ അമെന്റ്മെന്റ് ആക്ട് നിലവിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അന്ന് മുതൽ ഈ ആക്ടിനുള്ളിൽ, ഈ ബില്ലിനുള്ളിൽ, ബില്ല് പിന്നെ ആക്ടായി ആ ആക്ടിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് ഭരണഘടനയ്ക്കുള്ളത് അത് ആ പ്രസ്തുത തീയതി, ഭരണഘടനയുടെ ഭേദഗതി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ തീയതി മുതൽ എന്ത് ചെയ്യുകയാണ്, മാറ്റം വരികയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇത്രാം തീയതി മുതൽ എന്ത് ചെയ്യാണ്,
ഈ പറയുന്ന മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും മൗലികാവകാശം എടുത്തു കളഞ്ഞെന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം ആണ് ഒരു ഭേദഗതി കൊണ്ടുവന്നെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് റിസർവേഷൻ, സാമ്പത്തിക സംവരണം, ഇത്തരം മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിൾ 16-നും 15-നും മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രാം തീയതി മുതൽ ഈ ആക്ട് എഫക്റ്റീവ് ആണെന്ന് ആ അമെന്റ്മെന്റ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അന്ന് മുതൽ ആ ആർട്ടിക്കിളിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ട്? ഈ പറയുന്ന മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഭേദഗതിയുടെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത്. ഇതാണ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ക്രിറ്റിസിസം ഓഫ് ദ അമെന്റ്മെന്റ് പ്രൊസീജിയർ ആണ്. വിമർശനങ്ങൾ എന്തൊക്കെയാണ് ഭരണഘടനയുടെ ഭേദഗതിയെ കുറിച്ച് പൊതുവെ വന്നൊരു വിമർശനങ്ങൾ, അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വന്ന വിമർശനം എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടന ഉണ്ടാക്കിയത് എന്താണ്? ഒരു ഭരണഘടന നിർമ്മാണ സഭയാണ്. അപ്പം സ്വാഭാവികമായിട്ട് മിക്ക രാജ്യങ്ങളിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് സാധാരണ നിയമനിർമ്മാണം നടക്കുന്ന സഭയായിരിക്കില്ല, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ബോഡി ആയിരിക്കില്ല, ഒരു സംവിധാനമായിരിക്കില്ല എന്ത് നടത്തുക? ഭരണഘടന ഭേദഗതി നടത്തുക. കാരണം എന്താണ്? ഭരണഘടന നൽകിയ അധികാരം ഉപയോഗിച്ചിട്ടാണ് ഈ ലെജിസ്ലേച്ചർ വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും തങ്ങളെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ലെജിസ്ലേച്ചറിന് എന്ത് അധികാരമില്ല? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം സ്വാഭാവികമായിട്ടും കണക്കാക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അമേരിക്കയിലാകട്ടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, അതായത് ഭരണഘടന നിർമ്മാണ സഭ തന്നെ വീണ്ടും എന്ത് ചെയ്യുകയാണ്? കൂടിക്കഴിഞ്ഞിട്ട് ഈ പറയുന്ന ആ രീതിയിലുള്ള സംവിധാനം കൂടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ ഭരണഘടനാ സഭ, നിർമ്മാണ സഭ എന്നല്ല, ഭരണഘടനാ സഭ കൂടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഭേദഗതി നടത്തുകയാണ്. എന്നാൽ ഇന്ത്യയിൽ എന്താണ്? സാധാരണ നിയമനിർമ്മാണം നടത്തുന്ന അതേ സംവിധാനം തന്നെയാണ് എന്ത് നടത്തുന്നത്? മറ്റു രീതിയിലൂടെ ഭരണഘടനാ ഭേദഗതി നടത്തുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാനങ്ങൾക്ക് ഇവിടെ റോളില്ല. ആകെ റോളുള്ള എന്താണ്? ചുരുക്കം ചില കാര്യങ്ങളിൽ ആ ഒരു കേവല ഭൂരിപക്ഷത്തിന് അംഗീകാരം നൽകുക എന്നുള്ളതല്ലാതെ എന്തില്ല? സംസ്ഥാനങ്ങൾക്ക് ഇതിന് റോളില്ല. സംസ്ഥാനങ്ങൾക്ക് ഇതിനെ തുടക്കം കുറിക്കാൻ പറ്റില്ല. അപ്പൊ സംസ്ഥാനങ്ങൾക്കുള്ളിൽ തന്നെ ഭൂരിപക്ഷം എന്ത് മതി? കേവല ഭൂരിപക്ഷം മതി. എന്നാൽ അമേരിക്കയിൽ 2 സംവിധാനങ്ങൾ, സംസ്ഥാനങ്ങൾക്കും ഇതിനെ ഭേദഗതിക്ക് ആരംഭം കുറിക്കാം, അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഫെഡറൽ സംവിധാനത്തിൽ എന്ത് ചെയ്യാം? അതിന്റെ കേന്ദ്ര സർക്കാരിനും എന്ത് ചെയ്യാം? ഈ ഭേദഗതിക്ക് ആരംഭം കുറിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ 4/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ആ അമെന്റ്മെന്റ് പാസ്സാക്കുകയുള്ളൂ. അപ്പൊ എല്ലാ കാര്യത്തിലും എല്ലാ ഭേദഗതിക്ക് എന്തിന്റെ അതുണ്ട്? 4/3 സംസ്ഥാനങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. അടുത്തൊരു പരിമിതി എന്ന് പറയുന്നത് ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് ആ ഒരു പ്രമേയം പാസ്സാക്കുന്നതിന് സമയക്രമം എന്ത് പറയുന്നില്ല? പാലിക്കുന്നില്ല. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് ഈ പിന്തുണ പിൻവലിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഭരണഘടന മൗനം പാലിക്കുന്നുണ്ട്. ഇതും ഒരു പ്രശ്നമാണ്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജോയിന്റ് സിറ്റിംഗ് പറ്റുന്നില്ല. ബാക്കി എല്ലാ ഒരു സാധാരണ നിയമം ഉണ്ടാക്കുന്ന സംവിധാനത്തിൽ എന്തുണ്ട്? ഭരണഘടന ഭേദഗതി ചെയ്യാൻ വേണ്ടി എന്ത് പറ്റും? ജോയിന്റ് സിറ്റിംഗ് പറ്റും. എന്നാൽ ഭരണഘടന ഭേദഗതിക്ക് ജോയിന്റ് സിറ്റിംഗ് ഇല്ല. പിന്നെ അടുത്ത ഒരു പോരായ്മയായിട്ട് കണക്കൂട്ടെന്ന് പറയുന്നത് ഭരണഘടന ആർട്ടിക്കിൾ 368 ഒരു ക്ലാരിറ്റി ഇതുണ്ട്. കാരണം ചില കാര്യങ്ങളിൽ എന്തുണ്ട്? സിമ്പിൾ മെജോറിറ്റി മതി. അതിനെക്കുറിച്ച് 368 പറയുന്നില്ല. ബാക്കി 2 കാര്യങ്ങളുണ്ട്. ഇവൻ 368 പറയുന്ന കാര്യങ്ങൾക്ക് തന്നെ എന്താണ്? ഒരു ക്ലാരിറ്റി, ഒരു കൃത്യത കുറവ് ശരിക്കുമുണ്ട്. അത് ഒരു ഭരണഘടനാ ഭേദഗതിയുടെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിട്ടാണ് കണക്കുകൂട്ടുന്നത്.